ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ലുലു മാള് കൊല്ലം കൊട്ടിയത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. ഡിസംബർ 19 വൈകിട്ടായിരുന്നു ഓപ്പണിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറും ഫുള്ള് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്. ഫുള്ള് കാണാമെങ്കിൽ എല്ലാ ഓഫറിനെ പറ്റി നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ലുലു ഓപ്പണിംഗ് ആയതിന് ശേഷം ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. കാല് കുത്താൻ അവിടെ സമയമില്ല, അതുപോലെ തിരക്കാണ്. കാല് കുത്താൻ സമയമില്ല, കാല് കുത്താനുള്ള സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. ഇപ്പം ഞങ്ങൾ വന്നിട്ട് നമ്മുടെ വണ്ടി ഒന്നും പാർക്ക് ചെയ്യാനോ ബൈക്കായാലും കാറായാലും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഫുള്ള് കട്ടയ്ക്ക് വണ്ടിയാണ്. അപ്പം ഞങ്ങൾ അവിടെ ഇനി ഇപ്പുറത്തായിട്ട് വന്നിറങ്ങിയിട്ട് നടന്ന് പോവുകയാണ് ഇങ്ങോട്ട് കയറി. അപ്പോൾ ഭയങ്കര വണ്ടിയും ബ്ലോക്കും തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്ത് കടക്കാനായിട്ട്. ബസ് സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് നമ്മൾ നേരെ ചെന്ന് ലുലു മാളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പാർക്കിങ്ങിനായിട്ട് കാറുകളൊക്കെ അവിടെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും കുട്ടും കുഞ്ഞുമാണ് ഇന്ന് ലുലു മാളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നേരെ നടന്ന് റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് ക്രിസ്മസ് ട്രീയും ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കാവുന്നതാണ്. അവിടെ നിന്ന് ആൾക്കാർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കൂടുതലും തിരക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിനും തേർഡ് ഫ്ലോറിനും കാലമൊക്കെ ഭയങ്കരമായിട്ട് തിരക്കായിട്ട് തോന്നിയത് എനിക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ്. കാരണം ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ പച്ചക്കറി സെക്ഷനിലൊക്കെ ഒന്ന് നിന്ന് തിരിയാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ചെന്നിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് ഓഫറുകളുടെ പേരും വഴിയായിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓഫറിലൂടെ പോകാം. കുഞ്ഞൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവർ ട്രോളി എടുക്കണോ ബാസ്ക്കറ്റ് എടുക്കണോ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്താണ് പോയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ലുലുവിൽ പിന്നെ നമ്മൾ വേറെ ഇന്ന് ലുലു മാർക്കറ്റിൽ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ കൊട്ടിയത്ത് വന്നുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ നാട്ടിൽ അമ്മയുടെ അടുത്ത് വന്നല്ലോ, നമ്മുടെ ഈ നാട്ടിൽ തന്നെ വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനില്ല. ഇപ്പോഴത്തേന് നമ്മുടെ സോപ്പിനാണ് ഇവിടെ ഓഫർ. സോപ്പിന് ഭയങ്കര ഓഫറാണ്. ഇതിലെല്ലാം നമ്മൾ അവിടെ സോപ്പിൻ്റെ സെക്ഷനിൽ നിന്ന് തിരിഞ്ഞ് ഇതിൻ്റെ ലിക്വിഡിൻ്റെയൊക്കെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. സോപ്പിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ വില അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോപ്പിൻ്റെയൊക്കെ വില 299 രൂപയുള്ളൂ. 500-ൻ്റെയോ 300-ൻ്റെയൊക്കെ സോപ്പിൻ്റെ വിലകളാണ് അതൊക്കെ. സർഫ് എക്സലിനും ടൈഡിൻ്റെയും ഒക്കെ ലിക്വിഡിൻ്റെ ഓഫർ പ്രൈസുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര എടുക്കുമ്പോൾ എത്ര സേവ് ആണ്, ഇത്ര രൂപയ്ക്കുള്ള ഓഫറൊക്കെ നമ്മുടെ അവിടെ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ ഹാങ്കറുണ്ട്, കുറച്ച് പ്ലേറ്റുകൾ ഇരിപ്പുണ്ട്. അപ്പം പ്ലേറ്റിനൊക്കെ ഓരോ പ്ലേറ്റിനും 90 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് സെക്ഷനിലോട്ടാണ് തിരിയുന്നത്. അവിടെ സ്ലിക്കേഴ്സും കൊക്കനാട്ട് മുട്ടായി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ 2 സ്ലിക്കേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കൊക്കനാട്ട് മുട്ടായി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഓഫർ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓഫർ 5 രൂപ 10 രൂപ അങ്ങനെ ഒക്കെ ഡിസ്കൗണ്ട് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത്ര ശതമാനമാണ് എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവിടെയൊക്കെ നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഓഫറാണ് ഇട്ടിരിക്കുന്നത്. നട്ട്സിനൊക്കെ 1 കിലോ മുന്തിരിങ്ങയ്ക്കൊക്കെ നമ്മുടെ 99 റുപ്പീസ് 99 മാത്രമേ ഉള്ളൂ. 100 രൂപയ്ക്ക് 1 രൂപ കുറവായിട്ട് 99 ആയിട്ട് ഒരു 1/2 കിലോയുടെയൊക്കെ പാക്കറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ തന്നെ ആയിട്ട് ഈത്തപ്പഴത്തിൻ്റെയും പിന്നെ ഉണക്കമുന്തിരിയുടെയും പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെയും പിസ്തയുടെയും പാക്കറ്റായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ 99 രൂപയ്ക്ക് 99 രൂപയിൽ 100 രൂപ നമുക്ക് വെക്കാം. എന്നാലും ഭയങ്കര ഓഫറാണ്. അപ്പോൾ ഉണക്കമുന്തിരിങ്ങയ്ക്കൊക്കെ 199. പിന്നെ ഈത്തപ്പഴം
എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഓഫർ പ്രൈസിൽ നിരത്തി ഇട്ടേക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. വേണ്ടെങ്കിൽ നമുക്ക് പോകാം. അത് കഴിഞ്ഞ് നമ്മുടെ അവിടെ സോസാണ്. സോസിൻ്റെയൊക്കെ ഓഫർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്താ കഷ്നട്ടാണ്. അതിൻ്റെയൊക്കെ വറുത്തതും തൊലി കളഞ്ഞതും അതിൻ്റെയൊക്കെ ഓഫർ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് തൂക്കി വാങ്ങിക്കാവുന്നതാണ്. അവിടെയായിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. പിസ്ത, പിന്നെ നട്ട്സ്, സീഡ്, പിന്നെ മിക്സഡ് ഫ്രൂട്ട്സ് എല്ലാത്തിൻ്റെയും വില എഴുതിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് തൂക്കി വാങ്ങിക്കാം. 100, 50, 150, 200, 250, 300, 400, 500 അങ്ങനെ കിലോ കണക്കിന് നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ബന്നുകൾ വേണ്ടുന്നവർക്കൊക്കെ എടുക്കാവുന്നതാണ്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് കേക്കുകളുടെ ചെറിയ ചെറിയ ചോക്ലേറ്റ് കേക്കിൻ്റെയൊക്കെ പീസുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേന് എഗ് പഫ്സോ പപ്സുകളുടെയും പിന്നെ സീഡ് പപ്സുകളും പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. പിന്നെ അതിനുശേഷം ഡോണറ്റാണ് അവിടെയൊക്കെ അടുത്തേക്കുന്നത്. ഡോണറ്റ്, പിന്നെ അതിലെ 2 ഡോണറ്റ് നമ്മുടെ കുട്ടൂനും കുഞ്ഞൂനും വാങ്ങിച്ചിട്ടുണ്ട്. മധുരം കൂടുതൽ കാരണം ഞാൻ അത് അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് അത്രയൊക്കെ അതങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് 2 പേർക്കും ഓരോന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാനാണെങ്കിൽ എഗ് പഫ്സാണ് വാങ്ങിച്ചത്. എഗ് പഫ്സ് എനിക്ക് കഴിക്കാനും വീട്ടിൽ അമ്മയ്ക്ക് കഴിക്കാനുമായിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കുഞ്ഞുവാവ വന്നിട്ട് എനിക്ക് ഇന്ന ഐറ്റം വേണം അന്ന ഐറ്റം വേണമെന്നൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ പഫ്സിനൊക്കെ വെറും 20 രൂപയാണ് ഉള്ളത്. പുറത്ത് എനിക്ക് തോന്നുന്നു 24 രൂപയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ്റെ പീസ്, അതിൻ്റെ ഐറ്റംസ്, ചിക്കൻ്റെ വന്തൂരി ചിക്കനോ എന്തൊക്കെയോ ചിക്കൻ്റെ പേരുകൾ പറയുന്ന കേട്ട്. ഇതാണ് ചിക്കനൊക്കെ നിർത്തിപ്പൊരിച്ചതും അല്ലാത്തതും മന്തിയും അതിൻ്റെയൊക്കെ ഓഫറും അതിൻ്റെയൊക്കെ ശേഖരമാണ് അവിടെ കണ്ടത്. പിന്നെ കേക്കുകളുടെ കളക്ഷനാണ് ഇവിടെയെല്ലാം. കേക്കുകൾ നമുക്ക് ഇഷ്ടമുള്ള കേക്കുകൾ വാങ്ങിക്കാം. പിന്നെ അതിനുശേഷം ബിരിയാണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്, റൈസുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വെച്ചാൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാങ്ങിക്കാം, കഴിക്കാം. പിന്നെ അതിനുശേഷം വീണ്ടും അതിൻ്റെ അപ്പുറത്തായിട്ട് വരുമ്പോൾ വീണ്ടും അവിടെ കേക്കുകളുടെ ഓഫറും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. സ്റ്റാഫ് വന്നിട്ട് അവിടെ എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്താണ്ട് അവിടെ പച്ചക്കറി സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷാണ്. ക്യാരറ്റൊക്കെ ഇപ്പം കൊണ്ടുവന്നത് കണക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കുക്കുംബർ, അതിൻ്റെ ഇപ്പുറത്തായിട്ട് ചീരയില, പിന്നെ പുതിനയില അങ്ങനെ അതെല്ലാം കിടപ്പുണ്ട്. പിന്നെ വെളുത്തുള്ളിയൊക്കെയാണ് ഇത്. വെളുത്തുള്ളി, സവാള, ഉള്ളി ആ സെക്ഷനാണ് ഇവിടെ വരുന്നത്. ആ വെളുത്തുള്ളിയൊക്കെ ഭയങ്കര വലിയ വെളുത്തുള്ളിയാണ്. പക്ഷേ ഇത്രയും വലിയ വെളുത്തുള്ളി നമ്മൾ ലുലു മാളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ ലുലു മാൾ തിരുവനന്തപുരത്ത് പോയപ്പോഴും ഇവിടെ കൊട്ടിയത്ത് വന്നപ്പോഴും ഇത്രയും വലിയ വെളുത്തുള്ളി നമ്മുടെ ലുലു മാളിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ വലിയ വെളുത്തുള്ളിയാണ്. പിന്നെ അതിൻ്റെ വിലയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 99 ആണ് അതിൻ്റെ വില എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറി പിന്നെ പച്ചക്കറിയും ഫ്രൂട്ട്സ് ഐറ്റംസും ഒക്കെ ഇവിടെ ആയിട്ട് വരുന്നത്. കിഴങ്ങ്, ഉള്ളി, അതിൻ്റെയൊക്കെ ഇപ്പുറത്തായിട്ടാണ് ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് വരുന്നത്. കിവി, പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ബില്ല് അടിച്ചില്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലായിട്ട് ബില്ലടിക്കുക. അതിന് ഞങ്ങളിതാ എസ്കലേറ്റർ വഴി സാധനങ്ങൾ പർച്ചേസ് ചെയ്തതും കൊണ്ട് മേളിൽ എസ്കലേറ്റർ വഴി സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവുകയാണ്. സെക്കൻഡ് ഫ്ലോറിൽ ചെന്നിട്ട് നമുക്ക് ബില്ലടിച്ചെങ്കിലേ തേർഡ് ഫ്ലോറിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ സാധനം. അല്ലാതെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ടുപോകാം. സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് തേർഡ് ഫ്ലോറിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ബില്ലിംഗ് കൗണ്ടറിലൊക്കെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് കൊണ്ടുവന്നേക്കുകയാണ് ബില്ലടിക്കാനും പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുമായിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പോഴത്തേന് കുറച്ച് ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. അതിനുശേഷം കിൻഡർ ജോയിയൊക്കെ ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ കുട്ടും കുഞ്ഞും പെട്ടെന്ന് വന്ന് കിൻഡർ ജോയി എടുത്തിട്ടുണ്ട്. അവർ 2 പേരും ഓരോന്നോരോ എടുത്തിട്ടുണ്ട്. പക്ഷേ കിൻഡർ ജോയി ഒന്നും അവർ കഴിച്ചില്ലെങ്കിലും അവർക്കത് വേണം.
അതിനകത്ത് ടോയ് കിട്ടും, കുഞ്ഞു കുഞ്ഞു ടോയ്. അതിനായിട്ട് അവരത് എടുത്തതാണ്. പിന്നെ അതാണ്ട് നെയ്ക്കൊക്കെ ഭയങ്കര ഓഫറാണ്. 1 കിലോ നെയ്ക്കൊക്കെ 500 സംതിങ് ഒക്കെ ഉള്ളൂ. പിന്നെ അതാ എണ്ണയ്ക്ക് ഒക്കെ നല്ല ഓഫറുണ്ട്. വെളിച്ചെണ്ണയ്ക്കും വിളക്കെണ്ണയ്ക്കും അങ്ങനെ വേണ്ടുന്ന ഐറ്റംസിനൊക്കെ നല്ല ഓഫർ പ്രൈസിലാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഡോഗിൻ്റെ സാധനങ്ങളാണ്. നമ്മുടെ ജൂലിക്കുട്ടനോ ഡോഗിനോ വേറെ ഡോഗിന് അങ്ങനെ ഓരോരോ ഡോഗിൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. അങ്ങനെ അതെല്ലാം അവിടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേന് കുറേ ടോയ്സാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കുട്ടു ഓടി വന്നിട്ട് ആ ടോയ്സ് എടുത്തങ്ങ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് അവന് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് ഒരു സ്പൈഡർമാൻ്റെ 5 സ്പൈഡർമാൻ്റെ നിരന്ന് നിൽക്കുന്ന ടോയാണ് എടുത്തപ്പോഴത്തേന് അതിൻ്റെ വില കണ്ട് 2299 രൂപ. അത് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അങ്ങനെ ആ ടോയ്സ് തിരിച്ചു വെച്ചു. പിന്നെ കുട്ടു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, സമാധാനിപ്പിച്ചു. പിന്നെ അവിടെ കുറേ കാറിൻ്റെയൊക്കെ സെക്ഷനുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നവർ സൂക്ഷിക്കുക. കുഞ്ഞുങ്ങളുടെ വല്ല പിടിവാശി നടത്തി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഇപ്പോൾ കാറിനൊക്കെ ഓഫറുണ്ട്, പിന്നെ കുട്ടികളുടെ ടോയ്സിനൊക്കെ നല്ല ഓഫറുണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ എന്തുവായാലും ഇത്രയും വിലയുള്ള സാധനങ്ങൾ ഒരു മാക്സിമം എത്ര രൂപയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ ബർത്ത്ഡേയുടെ തൊപ്പിയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു അതിൽ 2 തൊപ്പി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ 2 പേർക്കും അത് വേണ്ട. പക്ഷേ നല്ല തൊപ്പിയൊക്കെയാണ്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അവർ 2 പേരും അതെടുത്തില്ല കേട്ടോ. അതിനുശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട ബലൂണും പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോഴത്തേന് ബലൂൺ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഞാൻ അമ്മയെ വഴക്ക് പറഞ്ഞു. അമ്മ പറഞ്ഞ് 2 ബലൂൺ 2 പേർക്ക് വേണമെന്നും പറഞ്ഞ് അവനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടു. പക്ഷേ ബലൂണ് എടുത്തപ്പോഴത്തേന് വഴക്ക് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് വെച്ചു. അപ്പോൾ ബലൂണ് എടുക്കണ്ട എന്ന് കരുതിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ ബില്ലിംഗ് കൗണ്ടറിലാണ് പോയത്. ബില്ലിംഗ് കൗണ്ടറിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് അവിടെ വീണ്ടും അവിടെ 2nd ഫ്ലോറിൽ ഇതുപോലെ സോപ്പിന് P8 സോപ്പിനൊക്കെ ഓഫറിട്ട് വെച്ചേക്കുകയാണ്. ഓഫറുണ്ട്. പിന്നെ ബോഡി വാഷ്, ബോഡി ലോഷൻ, പിന്നെ ലിക്വിഡ്, വാഷ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന ലിക്വിഡ്, പിന്നെ ബോഡി ലോഷൻ, വാസിലേൻ്റെയൊക്കെ ബോഡി ലോഷന്, ഡോവിൻ്റെ ബോഡി ലോഷന്, ഹിമാലയയുടെ ബോഡി ലോഷന്, അങ്ങനെ നിവയുടെ ബോഡി ലോഷന്, എൻജാൻഡറിൻ്റെ ബോഡി ലോഷന്, ഹെയർ ക്രീം, അങ്ങനെ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ലേഡീസിൻ്റെ വേണ്ടുന്ന ഐറ്റംസ്, പിന്നെ കുഞ്ഞുങ്ങളുടെ പാമ്പേഴ്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ മേളിലായിട്ടാണ് വരുന്നത്, 2nd ഫ്ലോറിലായിട്ട്. പിന്നെ കോൾഗേറ്റിനൊക്കെ ഓഫറുണ്ട്. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തായിട്ട് ടോയ്സ് വരുന്നുണ്ട്. ബില്ലിംഗ് കൗണ്ടറിൻ്റെ ഇപ്പുറത്തായിട്ടാണ് അത് വരുന്നത്. എന്നിട്ട് പിന്നെ ബെല്ലടിക്കാനായിട്ട് 2nd ഫ്ലോറിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ 2nd ഫ്ലോറിൻ്റെ അവിടെയായിട്ട് കുറേ ഇതൊക്കെ കിടപ്പുണ്ട്. ബോളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും. പിന്നെ അതിനുശേഷം നമ്മൾ ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കൊണ്ട് ബില്ലടിക്കാനായിട്ട് നിൽക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേന് നമ്മുടെ ബില്ലടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ബാഗ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ അവർ ക്യാരി ബാഗ് തരും. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് നമ്മൾ മേളിലോട്ട് പോവുകയാണ്, 3rd ഫ്ലോറിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ 3rd ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. 3rd ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞ പിന്നെ കുട്ടു ആണെങ്കിൽ പെട്ടെന്ന് എസ്കലേറ്ററിൽ നിന്ന് താഴോട്ടൊന്ന് കാല് വെച്ച് നോക്കി ഇറങ്ങാൻ പറ്റുമെന്ന്. പക്ഷേ അമ്മ വഴക്ക് പറഞ്ഞപ്പോഴത്തേനും പിന്നെ അവൻ നേരെ നിന്നു. പിന്നെ അതിനുശേഷം അവിടെ കോഫി ഷോപ്പാണ്. അവിടെ കോഫി കുടിക്കുമോ, നമുക്ക് ഐസ്ക്രീം കഴിക്കുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞപ്പോഴത്തേനും കുട്ടുവിന് പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഇതായി, നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ബഹളമൊക്കെ വെച്ച്. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെയൊക്കെ ഇതൊക്കെ കണ്ടപ്പോഴത്തേന് ക്രിസ്മസ് അപ്പൂപ്പൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇലക്ട്രോണിക് ഐറ്റംസാണ് 3rd ഫ്ലോറിൽ. അവിടെ ട്രീയുടെയൊക്കെ വില ഭയങ്കര ഓഫറാണ്. ട്രീക്കൊക്കെ 500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 500 സംതിങ് ഒക്കെ ഉള്ളൂ. 600 രൂപ അങ്ങനെ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇപ്പുറത്തായിട്ട് പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് എന്താണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഞങ്ങൾക്ക് മിക്സി നോക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സി
നോക്കാനായിട്ട് പോയപ്പോഴത്തേന് നമ്മൾ ഒരു പിന്നെ ഇറങ്ങി വരുന്ന വാതിലിൽ കൂടെ കയറി പോകാനൊക്കത്തില്ല, അപ്പോൾ കറങ്ങി വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കറങ്ങി പോയപ്പോഴത്തേന് അവിടെ ലാപ്ടോപ്പിനൊക്കെ ഭയങ്കര ഓഫറാണ് എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിൻ്റെ എല്ലാം അവിടെ ഫുള്ള് ആ സെക്ഷൻ ഫുള്ള് ഇലക്ട്രോണിക് ഐറ്റംസാണ്. പിന്നെ ഹെഡ്സെറ്റ്, ഹെഡ്ഫോണ്, പിന്നെ LED TV, പിന്നെ LED TV എല്ലാ ഐറ്റംസും ഉണ്ട്. അതിനുശേഷം AC വരുന്നുണ്ട്, പിന്നെ ഓവൻ വരുന്നുണ്ട്, പിന്നെ അവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്, പിന്നെ അവിടെ ആയിട്ട് വാട്ടർ ഹീറ്റർ വരുന്നുണ്ട്, പിന്നെ ഫാനിനൊക്കെ ഭയങ്കര ഓഫർ വരുന്നുണ്ട്. അങ്ങനെ ഫുള്ള് അവിടെ ഇലക്ട്രോണിക് ഐറ്റംസാണ്. വാഷിംഗ് മെഷീന്, ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ്, അയൺ ബോക്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസിന് ഭയങ്കര ഓഫറാണ്. പിന്നെ LED TV, മിക്സി, പിന്നെ എല്ലാം എന്താ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജിനൊക്കെ ഭയങ്കര ഓഫറാണ്. AC-ക്കൊക്കെ ഭയങ്കര ഓഫറിന് ഇട്ടേക്കുവാണ്, ഓഫർ പ്രൈസിന്. ഓവനൊക്കെ വരുന്നുണ്ട്. ഗ്രൈൻഡറാണ് ഇരിക്കുന്നത്. ഓവനാണ് ആ കാണിച്ചേക്കുന്നത്. പിന്നെ സ്റ്റൗവിനൊക്കെ ഭയങ്കര ഓഫറാണ്. ജ്യൂസറുണ്ട്, അയൺ ബോക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസിനാണ് ഓഫർ വന്നേക്കുന്നത്. പിന്നെ മിക്സിയാണ്. മിക്സി 5 ജാറിൻ്റെ, 4 ജാറിൻ്റെ, 3 ജാറിൻ്റെ അങ്ങനെയെല്ലാം ഓഫർ ഇട്ടിട്ടുണ്ട്. 3 ജാറിൻ്റെയൊക്കെ 3500 സംതിങ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ നല്ല ഓഫറിൽ ഇട്ടേക്കുന്നതാണ്. പിന്നെ 5 ജാറിൻ്റെത്, 4 ജാറിൻ്റെയൊക്കെ ജ്യൂസർ ഉൾപ്പെടെ നല്ല ഓഫറിന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ച കമ്പനി ഐറ്റം കിട്ടാനായിട്ട് ഞങ്ങളത് വാങ്ങിച്ചിട്ടില്ല. ഇതേപോലെ ചോപ്പിങ് മാവ് ആട്ട മിക്സ് ചെയ്തെടുക്കാം, ഉള്ളി അരിയാം. പിന്നെ ഹാവിൽസ് വരുന്നുണ്ട് 4 ജാർ 5100. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലുലു മാളിൻ്റെ വിശേഷങ്ങളും വീഡിയോസും ഓഫേഴ്സും ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഫുള്ള് കണ്ടെന്ന് വിശ്വസിക്കുന്നപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവരും വരുവാണെങ്കിൽ ഇപ്പോൾ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്, ഇനിയും ഓഫറുകൾ ഇടുമായിരിക്കും. ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും